എത്ര ശരിയല്ലേ? 10 മാസം വയറ്റിൽ ചുമന്ന അമ്മയും ഒരായുഷ്കാലം മുഴുവൻ മനസ്സിൽ ചുമക്കുന്ന അച്ഛനെയും വിട്ടിട്ട് ഇന്നലെ വഴിയരികിൽ കണ്ട ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു വട്ടമല്ല 100 വട്ടം ആലോചിക്കണം. ആ 10 മാസം ചുമന്ന അമ്മയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രതീക്ഷയ്ക്ക് മുറിവേൽപ്പിച്ചുകൊണ്ട്, അവരുടെ സ്വപ്നങ്ങൾക്ക് മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും ഒരു ജീവിതവും തിരഞ്ഞെടുക്കരുത്. 100 വട്ടം ആലോചിക്കുക തന്നെ വേണം. കാരണം ആ അച്ഛനും അമ്മയും തന്നെ തന്ന ഔദാര്യമാണ് തൻ്റെ ജീവിതം എന്നതും തൻ്റെ ഈ ജന്മം എന്നതും മനസ്സിലാക്കാതെ ഒരു പെൺകുട്ടിയും ഒരു ജീവിതം അത്തരത്തിലുള്ള വഴിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതുണ്ട്. കൂടെ നിന്ന് പറ്റിക്കരുത്. അതുപോലെ തന്നെ വിശ്വാസവഞ്ചന ചെയ്യരുത്. കൂടെ നിന്നിട്ട് കൂട്ടത്തിൽ വിശ്വസിച്ച് നിർത്തിയിട്ട് ആ വിശ്വസിക്കുന്നവരോട് തന്നെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഒരാളും ഒന്നും നേടാനായിട്ട് അവർക്ക് മാത്രം സ്വന്തമായിരുന്ന ഒന്നിനെ ഒരാളിലേക്ക് തൻ്റേതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൂടെ നിന്നൊരുത്തൻ ശ്രമിച്ചാൽ അവരുടെ മനസ്സ്, കൂടെ നിർത്തിയവരുടെ ആ ഒരു മനസ്സിൻ്റെ മനോവിഷമം അത് മരണം വരെ അവരുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളവരെ വിശ്വസിച്ച് കൂടെ നിർത്തിയതിൻ്റെ വിശ്വാസവഞ്ചന ചെയ്തല്ലോ എന്നൊരു തോന്നലും മരണത്തോടു കൂടിയേ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഒരാൾക്കും മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നിനെ പിടിച്ചു വലിച്ച് തൻ്റേതാക്കുവാനായിട്ട് വിശ്വാസവഞ്ചന ചെയ്ത് കൂടെ കൂട്ടാൻ നിൽക്കരുത്. എത്ര ശരിയാണ് ഇതിൽ പറയുന്ന സെൻറ്റൻസ് ഒന്നൊന്ന് ഓർത്തു വെച്ചാൽ വളരെ നന്നായിരിക്കും. ഒരു കുട്ടിക്ക് ഒരച്ഛനും അമ്മയും കൂടി നൽകുന്ന ഔദാര്യമാണ് ആ കുട്ടിയുടെ ജന്മം. അപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് കാണാതെ അവരെ വിഷമിപ്പിച്ച് അവരുടെ മനസ്സിന് മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്ത് പോകുന്നവർക്കുള്ള വാക്കുകൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കടന്നു പോകുന്നതിന് മുമ്പ്, ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് 100 വട്ടമല്ല 10,000 വട്ടം ഒന്ന് ആലോചിക്കണം. ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു നടക്കാനാവാത്ത വഴിയിലേക്കാണോ തനിക്ക് പോകേണ്ടത് എന്നത് ഒരിക്കൽ കൂടി ചിന്തിച്ച് മാത്രം ഓരോരുത്തരും പെരുമാറാൻ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു.